എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങിയത് സൃഷ്ടിപ്രക്രിയയുടെ രണ്ടാം ഘട്ടം വിശ്വസിക്കുക എന്നതാണ്. ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നത് തികച്ചും വിവേകപൂർണമായ കാര്യമല്ലേ? ഇന്നലെ ഇവിടെയാണ് നിർത്തിയത്. ഞാൻ തുടർന്ന് വായിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ അഭാവം ആണ് നിങ്ങളുടെ ചിന്തകളിലുള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക? അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന വികാരത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും. അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം അതിശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും. നിങ്ങൾ ഒരു വിനോദയാത്ര ബുക്ക് ചെയ്താൽ, ഒരു വീടോ കാറോ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതായി എന്ന്. നിങ്ങൾ അതേ ദിവസങ്ങളിലേക്ക് മറ്റൊരു വിനോദയാത്ര ബുക്ക് ചെയ്യില്ല. ഉടൻ തന്നെ മറ്റൊരു കാറോ വീടോ ഓർഡർ ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യക്കുറിയിൽ സമ്മാനം കിട്ടുകയോ പരമ്പരാഗത സ്വത്ത് ലഭിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ പണം കയ്യിലെത്തും മുൻപ് തന്നെ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങളുടെയാണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആ വികാരാനുഭവം ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസം മൂലമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തു നിങ്ങളുടേതാണെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത് ചോദിച്ചു വാങ്ങാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും. സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിലേക്ക് ചലിപ്പിക്കും. വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക? ഉണ്ടെന്ന് ഭാവിച്ച് നടിച്ചു നോക്കൂ. ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ ഭാവിക്കുന്നത് പോലെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഭാവിക്കുക. അങ്ങനെ ഭാവിക്കുമ്പോൾ അത് മെല്ലെ മെല്ലെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. ഭൂതം നിങ്ങളുടെ പ്രബല ചിന്തയോട് എല്ലായ്പ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ നിമിഷത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം, ബോധ്യമുണ്ടാവണം. അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് അത് ഉണ്ട് എന്നുള്ള തളരാത്ത വിശ്വാസം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കോളൂ. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ വായിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.